മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി റബീഉൽ അവ്വലായാൽ നമ്മുടെ ചെറിയ മക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭംഗിയെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് വളരെ നന്നായി വിശദീകരിച്ചു കൊടുക്കണം. കുട്ടികൾക്ക് നല്ല വസ്ത്രം റബീഉൽ അവ്വലിൽ വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആഘോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെന്നും നബി തങ്ങളോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ ആവശ്യമായതൊക്കെ ചെയ്യണമെന്നും ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. فينبغي لكل شاية ومحب أن يظهر السرور والبشارة في تلك الليلة وصبيحتها. ആ രാത്രിയിലും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച റബീഉൽ അവ്വൽ 12 രാത്രിയിലും അതിന്റെ പ്രഭാതത്തിലും എല്ലാം സന്തോഷം പ്രകടിപ്പിക്കണം. വയുമത്യു ഔലാദഹു വഅഹ്ലഹു ബിമാ അംകന ബിഹി ലിഹുസൂലി ബറകാതിഹാ. ആ രാത്രിയുടെ സമയത്തിന്റെ ബറക്കത്ത് കിട്ടാൻ അവരുടെ കുടുംബങ്ങൾക്കും മക്കൾക്കുമൊക്കെ നല്ല ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം. വയുദ്ഖിലു സുറൂറ അലൈഹിം. അവരുടെ മനസ്സിൽ സന്തോഷം കടത്തിക്കൊണ്ടുവരണം. വയുഅല്ലിമുഹും. അവരെ പഠിപ്പിക്കണം. അന്നഹു ഇന്നമാ ഫഅല ദാലിക. ഇതൊക്കെ പ്രവർത്തിക്കുന്നത് മഹബ്ബത്തൻ ലിതിൽകൽ ലൈലതി വസുറൂറൻ ബിഹാ. ആ രാത്രിയെ സ്നേഹിച്ചുകൊണ്ടും അതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുമാണ് എന്ന് കുട്ടികളെ പഠിപ്പിക്കണം. അതിന്റെ ഔദാര്യം ശ്രദ്ധിച്ചിട്ടും പരിഗണിച്ചിട്ടുമാണെന്ന് പഠിപ്പിക്കണം. അവർക്ക് വിവരിച്ചു കൊടുക്കണം. അന്നഹ അശ്റഫുൽ ലയാലി ഇൻദല്ലാഹ്. നബി തങ്ങളുടെ ആ ജന്മരാത്രി അത് ഏറ്റവും ബഹുമാനമുള്ള രാത്രിയാണ്. ലിഅന്നഹാ വുലിദ ബിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നാണ് നബി തങ്ങൾ പ്രസവിക്കപ്പെട്ടത്. വയദ്കുറുഹും സിഫത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജമാലഹു വഹുസ്നഹു വകമാലഹു വഫളായിലഹു വശമായിലഹു വകലാമഹു വഫസാഹതഹു വകറമഹു വജൂദഹു വഖുലുഖഹു വഹിൽമഹു വഅഫ്വഹു വസഫഹു വമജ്സാതിഹി വആയാതിഹി വകുല്ലമാ യുഹബ്ബിബുഹു ഫീ ഖുലൂബിഹിം വയുഅള്ളിമുഹു. എങ്ങനെയെല്ലാം നബി തങ്ങളോട് സ്നേഹമുണ്ടാക്കാൻ പറ്റുന്ന അവിടുത്തെ എല്ലാ സവിശേഷതകളും കുട്ടികൾക്കും ഫാമിലിക്കും ഒക്കെ പറഞ്ഞു കൊടുക്കണം. നബി തങ്ങളെ മദ്ഹ് പറയുന്ന പദ്യങ്ങൾ അവരെ മനഃപ്പാഠമാക്കിക്കണം. എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആസിമുർ റസാഇ റളിയല്ലാഹു അൻഹു ഹിജ്റ 894 വഫാത്തായ ആസിമുർ റസാഇ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. അങ്ങനെ എത്ര ഇമാമിങ്ങളാണ് ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ഈ മാസത്തിലും ദിവസത്തിലുമൊക്കെ നമ്മൾ സജീവമായി അവിടുത്തോടുള്ള സ്നേഹപ്രകടനം നടത്തുന്ന വിഷയങ്ങൾ വ്യാപൃതരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഹിദായത്തും തൗഫീഖും ആരോഗ്യവും മനസ്സമാധാനവും എല്ലാം വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ.